എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 175ാമത്തെ ചോദ്യമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. വിച്ച് ബർത്ത് റേറ്റ് ആർ പ്രോബ്ലം കൺട്രീസ് ഫേസസ് ഇൻ ദ വേൾഡ്? അതായത് ഏത് തരത്തിലുള്ള ബർത്ത് റേറ്റ് ആണ് ലോകത്തുള്ള രാജ്യങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തുള്ള രാജ്യങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ദ കൺട്രീസ് ഇൻ ദ വേൾഡ് ഫേസസ് ഇഷ്യൂസ് ഓഫ് ഹൈ ബർത്ത് റേറ്റ്. അതായത് ഈ ലോകത്തുള്ള രാജ്യങ്ങൾ ഹൈ ബർത്ത് റേറ്റ്, അതായത് കൂടിയ ജനപ്പെരുപ്പം കൂടുന്നതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. റേറ്റ് ആൻഡ് ലോ ബർത്ത് റേറ്റ്, അതായത് ജനപ്പെരുപ്പം കുറയുന്നതിൻ്റെ ജനങ്ങളുടെ ജനനത്തിൻ്റെ കുറവിൻ്റെയും പ്രശ്നമുണ്ട്. അതായത് ജനസംഖ്യ വർധനവിൻ്റെ പ്രശ്നവുമുണ്ട്, ജനസംഖ്യ കുറവിൻ്റെ പ്രശ്നവും ഈ ലോകത്തുള്ള രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 176ാമത്തെ ചോദ്യം. വിച്ച് മെത്തേഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ കൺട്രോളിംഗ് ബർത്ത് റേറ്റ്? അതായത് ഏത് രീതിയാണ് ജനന നിരക്കിനെ, ജനസംഖ്യാ വർധനവിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ജനന നിരക്കിനെ നിയന്ത്രിക്കുവാനായിട്ട് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ ചോദ്യം. ഓക്കെ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ കൺട്രോളിംഗ് ബർത്ത് റേറ്റ്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണ്? നിരോധന മാർഗങ്ങൾ. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ഗർഭനിരോധന മാർഗങ്ങളാണ് ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കേണ്ടതിന് അല്ലെങ്കിൽ ജനന നിരക്ക് നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കേണ്ട മാർഗം. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ് കോൺട്രാസെപ്റ്റീവ്സ്, അതായത് വാട്ട് ആർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്, എന്താവുന്നു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ മെത്തേഡ്സ് ഓർ ഡിവൈസസ് യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്? ഗർഭധാരണത്തെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രീതികളെയോ ഉപകരണങ്ങളെയോ ആണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ അല്ലെങ്കിൽ ഡിവൈസസ് ഉപകരണങ്ങളാണ്. യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ്, യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നു, ഇൻ്ററപ്റ്റ് എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുവാനായിട്ട്. ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോ വസ്തുക്കളോ ആണ്. ഓക്കെ, ഇനി 118ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? എന്തെല്ലാമാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ ഗുണങ്ങൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഓർ ഡിവൈസസ് യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്താണ്? പ്രോസസ് ഓഫ് കൺസെപ്ഷൻ, അതായത് ഗർഭധാരണ എന്ന് പറയുന്ന ആ പ്രക്രിയയ്ക്ക് തടസ്സം വരുത്തുന്നു. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഫാമിലി പ്ലാനിങ്. അതുപോലെ തന്നെ കുടുംബാസൂത്രണത്തിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വളരെ പ്രധാനപ്പെട്ട, അതിൽ വൈറ്റൽ റോൾ, അതായത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പങ്ക് വഹിക്കുന്നു. കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഗീവ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ കപ്പിൾ ടു ഡിസൈഡ് വെൻ ടു ഗീവ് ബർത്ത് ടു എ ചൈൽഡ്. അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ഒരു ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ എന്താണ് പറയുന്നത്, പങ്കാളികളെ എപ്പോഴാണ് ഒരു കുഞ്ഞു വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കുന്നു. ഓക്കെ, എ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 to 5 years pregnancies can improve the health and give opportunity for the parents to provide adequate care for the first child. അതായത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഗ്യാപ്പ് ബിറ്റ്വീൻ 2 to 5 years, അതായത് 2 മുതൽ 5 വർഷം വരെയുള്ള ഗ്യാപ്പ് ഏതാണ്? പ്രഗ്നൻസി, അതായത് ഗർഭധാരണത്തിൽ 2 മുതൽ 5 വർഷം വരെയുള്ള ഗ്യാപ്പ് ഒരു എന്താണ് ചെയ്യുന്നത്? മദേഴ്സ് ഹെൽത്ത്, അമ്മയുടെ ആരോഗ്യത്തെ കൂടുതൽ നന്നായിട്ട് സംരക്ഷിക്കുന്നതിന് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഗീവ്സ് ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ, അവസരങ്ങൾ നൽകുന്നു ഫോർ പേരൻസ്, അതായത് മാതാപിതാക്കൾക്ക് എന്താണ്? പ്രൊവൈഡ് അഡ്വക്കേറ്റ് കെയർ ഫോർ ദ ഫസ്റ്റ് ചൈൽഡ്, ആദ്യത്തെ കുട്ടിക്ക് അനുയോജ്യമായ രീതിയിലുള്ള സംരക്ഷണം നൽകുന്നതിനും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കി എന്ന് തോന്നുന്നു. ഇനി നമ്മൾ 119ാമത്തെ ചോദ്യമാണ്. വിച്ച് ജെൻഡർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ആർ അവൈലബിൾ? ഏത് ജെൻഡറിന്, ഏത് ലിംഗത്തിനാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ എന്നാണ് ചോദ്യം, അല്ലെങ്കിൽ ലഭിക്കുന്ന, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഉള്ളത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം. ദെയർ ആർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. അതായത് സ്ത്രീക്കും പുരുഷനും ഇന്ന് നമ്മളുടെ മാർക്കറ്റിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ലഭ്യമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇലിസ്ട്രേഷൻ 5.7 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമ്മൾ ഏതാണ്? ഇലിസ്ട്രേഷൻ 5.7 കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നുള്ള പാഠഭാഗമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. പേജ് നമ്പർ 133. എല്ലാവരും നിങ്ങളുടെ ആ പേജ് നമ്പർ 133 എടുക്കുക. അവിടെ കുറച്ച് കോൺട്രാസെപ്റ്റീവ്സിൻ്റെ പടങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് 5.7, അതായത് ചിത്രീകരണം അല്ലെങ്കിൽ ഇലിസ്ട്രേഷൻ 5.7 കുറച്ച് ചിത്രീകരണങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങളിലേക്ക് നോക്കുക. എന്നിട്ട് നമുക്ക് ഒന്നാമത്തെ ചോദ്യമായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് 120ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ജനറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? ഏതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന
കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? അതായത് ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് വെച്ചാൽ ഗുളികകൾ, അതായത് വായിൽ കൂടെ കഴിക്കുന്ന ഗുളികകൾ. ഓക്കെ. രണ്ടാമതായിട്ട് തന്നിരിക്കുന്ന ഡയഫ്രം, അതായത് ഡയഫ്രം എന്താണ് ചെയ്യുന്നത്? പ്രിവെൻറ്റ്സ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസ്, അതായത് സ്പേം അല്ലെങ്കിൽ പുരുഷബീജത്തെ യൂട്രസിലേക്ക് എത്തുന്നത് തടയുന്നു. മൂന്നാമതായിട്ട് സ്പേമിസൈഡൽസ്, അതായത് യൂസ് ടു ഡിസ്ട്രോയ് സ്പേംസ് നിയർ ദ സെർവിക്സ് ടു ദ യൂട്രസ് ഇൻ ദ യൂട്രസ്, അതായത് സ്പേമിസൈഡ്സ് എന്താണ് ചെയ്യുന്നത്? ഈ സ്പേമുകളെ നശിപ്പിച്ച് കളയുന്ന സ്പേമിസൈഡുകളുണ്ട്. അത് സ്പേമുകളെ എന്താണ് ചെയ്യുന്നത്? ഗർഭപാത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ സെർവിക്സിൻ്റെ അടുത്ത് വെച്ച് നശിപ്പിച്ച് കളയുന്നു. ഇനി എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതായത് ഈ യൂട്രസിനകത്ത് അല്ലെങ്കിൽ ഗർഭപാത്രത്തിനകത്ത് ചില ഡിവൈസുകൾ ഇൻസ്റ്റോൾ ചെയ്യുന്നു. അത് പ്രിവെൻറ്റ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ബ്ലാസ്റ്റോസിസിന് ഗർഭപാത്രത്തിൻ്റെ ആ വാളിൽ എന്താണ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്നത് സമ്മതിക്കാതെയിരിക്കുന്നു. ഇനി ഈ ട്യൂബോക്ടമി എന്താണ്? ട്യൂബോക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ കട്ടിംഗ് ഓർ ടൈയിങ് ദ ഓവിഡക്ട് ദ പാസേജ് ഓഫ് ദ ഓവം ഈസ് ബ്ലോക്ക്ഡ്, അതായത് ട്യൂബോക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഓവം അല്ലെങ്കിൽ എഗ്ഗ് പോരുന്ന ആ ട്യൂബിനെ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അത് കെട്ടിവെക്കുന്നു. ഇനി നമുക്ക് വാസ്കോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പുരുഷന്മാരിൽ നടത്തുന്നതാണ്. ബൈ കട്ടിംഗ് ഓർ ടൈയിങ് ദ വാസ് ഡിഫറൻസ് ഇൻ ദ പാസേജസ് ഓഫ് ദ സ്പേം ഈസ് ബ്ലോക്ക്ഡ്. ഇങ്ങനെ ഈ വാസ്കോട്ടമിയിലൂടെ സ്പേമിൻ്റെ വരവ് വാസ് ഡിഫൻസിനെ കെട്ടുകയോ കട്ട് ചെയ്യുകയോ ചെയ്ത് ആ സ്പേമിൻ്റെ വരവിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് വാട്ട് ഈസ് ആൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് സ്പിൽ, എന്താണ് ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്നാണ്. ഓറൽ മീൻസ് യു ടേക്ക് ഇറ്റ് ബൈ മൗത്ത്, അതായത് ഓറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിൽ കൂടി എടുക്കുന്നതാണ്. അപ്പം ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് പ്രിവെൻറ്റ്സ് പ്രഗ്നൻസി ബൈ റിലീസിങ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രജൻ, അതായത് ഈസ്ട്രജനെയും പ്രൊജസ്ട്രജനെയും അവ റിലീസ് ചെയ്ത് വിച്ച് പ്രിവെൻറ്റ് ദ ഫീമെയിൽ ഫ്രം റിലീസിങ് ആൻ എഗ്, അതായത് ഒരു എഗ്ഗിനെ ഫീമെയിലിനെ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുന്നു, അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. എന്താണ്? എഗ്ഗിനെ റിലീസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഓവുലേറ്റിങ്ങിന്. അപ്പോൾ ഈ എഗ്ഗിനെ റിലീസിങ് ചെയ്യുന്ന പ്രോസസ്സിന് ഓവുലേറ്റിംഗ് എന്നും പറയാം. മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ സ്പേം ടു ഗെറ്റ് ഇൻ ടു ആൻ എഗ്. അങ്ങനെ സ്പേമിന് ഒരു ഓവം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ അവിടെ പെനട്രേറ്റ് ചെയ്യുകയും അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഈ ഗുളികകൾ എന്താണ് ചെയ്യുന്നത്? ഈസ്ട്രജനെയും പ്രൊജസ്ട്രനെയും ഉൽപ്പാദിപ്പിക്കുകയും അവയുടെ പരിണിത ഫലമായിട്ട് എഗ്ഗിനെ റിലീസ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് തിൻസ് ദ വൂംബ് ലൈനിങ്, അതായത് ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ എന്ത് ചെയ്യുന്നു? അത് തിൻ ചെയ്യുന്നു. സോ ദർ ഈസ് ലെസ് ചാൻസ് ഫോർ ആൻ എഗ് വിൽ അറ്റാച്ച് ടു ഇറ്റ്, അതുകൊണ്ട് ഒരു എഗ്ഗിനെ അവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അടുത്തതായിട്ട് 122ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഡയഫ്രം? ഡയഫ്രം എന്ന് വെച്ചാൽ എന്താണ്? ഡയഫ്രം ഈസ് എ ഫോം ഓഫ് ബർത്ത് കൺട്രോൾ ദാറ്റ് ഷോസ് എ കപ്പ് ഷേപ്ഡ് ലൈക്ക് എ ലിറ്റിൽ സോക്കർ ദാറ്റ് ഈസ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് സിലിക്കോൺ. അതായത് ഈ ഡയഫ്രം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഡയഫ്രത്തിൻ്റെ പിക്ചർ അവിടെ ഒന്ന് കാണുക. അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടു കാണുമായിരിക്കും. ഒരു കപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. സിലിക്കോണുകൾ കൊണ്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. അത് ഒരു സോക്കർ പോലെ, ഒരു അരിപ്പ പോലെ ഇരിക്കുന്ന സാധനമാണ്. പക്ഷേ അരിപ്പയല്ല. ഓക്കെ. വുമൺ ക്യാൻ ബെൻഡ് ഇറ്റ് ആൻഡ് ഇൻ ഹാഫ് ആൻഡ് ഇൻസേർട്ട് ഇറ്റ് ഇൻസൈഡ് ദെയർ വജീന ടു കവർ ദെയർ സെർവിക്സ്. അതായത് ഈ ഡയഫ്രം എന്താണ് ചെയ്യുന്നത്? സ്ത്രീകൾക്ക് അതിനെ പകുതി വളച്ചിട്ട് അവരുടെ വജീന അല്ലെങ്കിൽ വജീന നാളിയിലേക്ക്, യോനി നാളിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് എന്താണ് ചെയ്യുന്നത്? ആ സെർവിക്സിനെ അത് കവർ ചെയ്യുക. അതായത് സെർവിക്സിനെ തുറക്കുന്ന ഭാഗത്തേക്ക്, സെർവിക്സ് വരുന്ന ഭാഗം അവിടെ അടച്ചു വയ്ക്കാനായിട്ട് സാധിക്കും. ഡയഫ്രം ഹെൽപ്സ് വുമൺ ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി. ഡയഫ്രം എന്താണ് ചെയ്യുന്നത്? സ്ത്രീയെ പ്രഗ്നൻസിയിൽ നിന്നും പ്രഗ്നൻ്റ് അല്ലെങ്കിൽ ഗർഭധാരണത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ഓക്കെ. ഇറ്റ് വർക്ക്സ് ആസ് എ ബരിയർ ദാറ്റ് കവേഴ്സ് ദ സെർവിക്സ്. എങ്ങനെയാണ്? ഈ സെർവിക്സിനെ എന്ത് ചെയ്യുന്നു? അത് കവർ ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. സ്റ്റോപ്പിംഗ് ദ സ്പേം ഫ്രം ജോയിനിങ് ദ എഗ്. അങ്ങനെ എഗ്ഗിനെ സ്പേമിനെ എഗ്ഗിൽ ജോയിൻ ചെയ്യാതെ അത് സംരക്ഷിക്കുന്നു. ഇൻ ഓർഡർ ടു വർക്ക് ഡയഫ്രം ബെസ്റ്റ്, അതായത് ഒരു ഡയഫ്രം ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് മസ്റ്റ് ബി യൂസ്ഡ് വിത്ത് സ്പേമിസൈഡൽ. അതായത് സ്പേമിസൈഡൽ എന്ന് പറയുന്ന ഒരു തരം ജെൽ അല്ലെങ്കിൽ ഒരു തരം ക്രീമുണ്ട്. ആ ക്രീമിനെ എന്ത് ചെയ്യണം? ഡയഫ്രത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷമായിരിക്കണം വജീനയ്ക്കകത്ത് അല്ലെങ്കിൽ യോനി നാളിക്കകത്തേക്ക് അതിനെ ഇറക്കി വെച്ച് കൊടുക്കാൻ. അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ ഇജാക്കുലേഷൻ്റെ സമയത്ത്, ലൈംഗിക ബന്ധത്തിൽ ഇജാക്കുലേഷൻ്റെ സമയത്ത് ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന സ്പേമുകളെ ഈ ഡയഫ്രം തടഞ്ഞു നിർത്തുകയും അത് സെർവിക്സിലേക്ക് കയറാതിരിക്കുകയും ചെയ്യുന്നു. സെർവിക്സിലേക്ക് കയറാതിരിക്കുന്നത് കൊണ്ട് യൂട്രസിലൂടെ അത് ഫൊലോപ്പിയൻ ട്യൂബിൽ എത്തിച്ചേരുകയും അവിടെ ആ എഗ്ഗുമായിട്ട് ജോയിൻ ചെയ്യാതെ അത്
എന്തായിത്തീരുന്നു, അവിടെ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഡയഫ്രം എന്താണെന്ന് മനസ്സിലായെന്ന്. ഇനിയുള്ള ഭാഗങ്ങൾ എന്താണെന്ന് പറയുന്നത് സെർവിക്സ് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് സെർവിക്സ്? സെർവിക്സ് ഈസ് ദ ലോവർ പാർട്ട് ഓഫ് ദ യൂട്രസ്, അതായത് യൂട്രസിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തെയാണ് സെർവിക്സ് എന്ന് പറയുന്നത്. ഓർ വൂംബ്. ഓക്കെ, യൂട്രസിന് പറയുന്ന മറ്റൊരു പേരാണ് വൂംബ്. വിച്ച് കണക്ട്സ് ടു ദ ടോപ്പ് ഓഫ് ദ വജീന, വജീനയുടെ ഏറ്റവും മുകളിലുള്ള ഭാഗവുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സെർവിക്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് സ്പേമിസൈഡ്. സ്പേമിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്പേമിസൈഡ് കണ്ടെയ്ൻസ് കെമിക്കൽസ് ടു സ്റ്റോപ്പ് സ്പേം ഫ്രം ഗെറ്റിംഗ് ഇൻ ടു ആൻ എഗ്. അതായത് സ്പേമിസൈഡ് എന്താണ് ചെയ്യുന്നത്? ഈ സ്പേമിനെ എന്ത് ചെയ്യുന്നു? എഗ്ഗുമായിട്ടുള്ള കോണ്ടാക്റ്റിന് തടസ്സം നിർത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദേ കം ഇൻ സെവറൽ ഡിഫറെൻറ്റ് ഫോംസ്. അതായത് ഈ സ്പേമിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ സ്പേമുകളെ നശിപ്പിച്ച് കളയുകയാണ്. അത് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വരാം. ക്രീമായിട്ട് വരാം, ജെല്ലായിട്ട് വരാം, പതയായിട്ട് വരാം, ഫില്ലിമായിട്ട് വരാം, ആൻഡ് സപ്പോസിറ്ററീസ് ആയിട്ട് വരാം. അതായത് സ്പേമിസൈഡ്സ് ഷുഡ് ബി യൂസ്ഡ് വിത്ത് അനദർ ബർത്ത് കൺട്രോൾ മെത്തേഡ് സച്ച് ആസ് കോണ്ടംസ് ഓർ ഡയഫ്രം. അപ്പോൾ സ്പേമിസൈഡ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അത് കോണ്ടത്തോട് കൂടി ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡയഫ്രത്തോട് കൂടി വർക്ക് ചെയ്യുമ്പോഴാണ്. അത് ഓയിൻമെൻ്റ് ആയിട്ട് വരാം, ജെല്ലായിട്ട് വരാം, സ്പേമായിട്ട് വരാം, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ വരാം. അപ്പോൾ സ്പേമിസൈഡ് എന്ത് ചെയ്യുന്നു? പുംബീജത്തെ നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്.